ഞാൻ മുല്ലത്തരം ലാലി മുക്കാഞ്ഞിരം അഥവാ സോമൻ ഗോപാൽപുരം. ഒരു പുതിയ വർഷം കടന്നു വരികയാണ്. ഒരു വർഷം നമ്മെ വിട്ട് പോകുന്നു. എല്ലാവർക്കും എൻ്റെ പുതുവത്സര ആശംസകൾ. പുതിയ വത്സരം, പുതിയ വർഷം കടന്നു വരുമ്പോൾ നാം തീരുമാനങ്ങളൊക്കെ എടുക്കാറുണ്ട്, അല്ലെങ്കിൽ എടുക്കേണ്ടതുമുണ്ട്. ഈ വർഷം നമുക്ക് നമ്മുടെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി, അപ്പനും അമ്മയ്ക്കും വേണ്ടി, ഉപ്പായിക്കും ഉമ്മായിക്കും വേണ്ടി ഒന്ന് മാറ്റി വെക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? നമ്മൾ അവരെ വേണ്ട വിധം സ്നേഹിച്ചിട്ടുണ്ടോ, ആദരിച്ചിട്ടുണ്ടോ, ബഹുമാനിച്ചിട്ടുണ്ടോ? എത്രയോ വർഷങ്ങളായി ഉപ്പായി അമ്മയും ഉമ്മായൊക്കെ കാണാതിരിക്കുന്ന ഒരു ദേശത്തും വിദേശത്തും ഒക്കെ ഉണ്ട്. സ്വന്തം നാട്ടിലാണെങ്കിൽ പോലും ഒരുപക്ഷെ വേറൊരു ഡിസ്ട്രിക്റ്റിലായിരിക്കും, ഇല്ലേ? ഈ വർഷം 2025 ഞാൻ പോകും ഉപ്പായുടെ അടുത്ത്, ഞാൻ പോകും എൻ്റെ അപ്പൻ്റെ അടുത്ത്, അച്ചായിയുടെ അടുത്ത് എന്നൊരു തീരുമാനം ഈ പുതിയ വർഷത്തിൽ നമുക്കെടുക്കാം. കാരണം അവരൊക്കെ നമ്മളെ വളർത്തിയതൊക്കെ ഓർത്ത് കഴിയുമ്പം ഒരുപക്ഷെങ്കിലും നമുക്കൊക്കെ വിശ്വസിക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള രീതിയിലായിരുന്നു അന്ന് ഒന്നുമില്ലായ്മയിലൊക്കെ അവർ നമ്മളെ വളർത്തിയത്, അല്ലേ? ഒന്നുമില്ലാഞ്ഞൊരു കാലം. ഇന്നലെ ഈ കുഞ്ഞുങ്ങളൊക്കെ അതും ഇതും ഒക്കെ പൊളിച്ച് പഞ്ഞിയും അന്നൊക്കെ എന്തുണ്ടെന്നാ, നമ്മൾ മലമൂത്ര വിസർജനമൊക്കെ അമ്മയുടെ മടിയിലല്ലേ, അമ്മയോട് കൂടെ കിടന്നപ്പോഴല്ലേ ചെയ്തിരുന്നത്. അമ്മ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതിൻ്റെ പേരിൽ ഒരു വഴക്കുണ്ടാക്കിയിട്ടുണ്ടോ? ഒന്ന് ഓർത്ത് നോക്കി. നമ്മുടെ അമ്മയെപ്പോലെ, എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളോട് ഞാൻ പറയുന്നേ, നിങ്ങളുടെ അമ്മയെപ്പോലെ സുന്ദരിയായ ഒരു സ്ത്രീയെ അതിനു മുൻപ് ഇന്ന് വരെ എന്തെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മൈക്കിൾ ആഞ്ചലോ എന്ന വലിയ പടം വരയ്ക്കാരൻ പറഞ്ഞ് പുള്ളി വരച്ച പടമാണ് ഏറ്റവും സുന്ദരിയുടേതെന്നൊക്കെ. അമ്മ അടുക്കളയിലൊക്കെ ഈ ഈ ഈ ഈ കുഴലൊക്കെ വെച്ച് തീ ഊതിയിട്ട്, അന്നത്തെ കാലത്ത് കൊച്ചു കുഴല അല്ലേ അടുക്കളയിലത്തെ, ഈ നനഞ്ഞ വിറവൊക്കെ ആയിരിക്കും, ഊതിയായിരിക്കും കത്തിക്കുന്നത്. അതായത് ഈ ഈറ്റയുടെയോ മുളയുടെയോ കമ്പിയുടെയോ ഒക്കെ കുഴലായിരിക്കും. അത് വെച്ച് ഊതി പറപ്പിച്ച് തലയിലെല്ലാം പൊടിയും പറന്ന് മുഖത്തൊക്കെ കരി വെച്ചിട്ട് അമ്മയൊക്കെ നമ്മുടെ അടുത്തോട്ട് എന്തോ വാടാന്ന് ചോദിച്ചിട്ട് വരവുണ്ട് വരാന്തയിലോട്ട്, നമ്മൾ മുറിയിലോട്ടൊക്കെ. ഇപ്പോഴും നമുക്കൊക്കെ അതൊക്കെ ഒന്ന് ഓർക്കാണ്ടിരിക്കും. എന്തോ സൗന്ദര്യമാണ് അമ്മയ്ക്ക്, എന്തോ സൗന്ദര്യമാണ്, അല്ലേ? നമ്മളെ അമ്മയെ പോലെ സൗന്ദര്യമായ ഒരു സ്ത്രീ നമ്മൾ ജീവിതത്തിൽ ഇന്നേ വരെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ? ആ സൗന്ദര്യത്തിന് പകരം വയ്ക്കാനാകുമോ? പിന്നെ അതുപോലെ തന്നെ അമ്മ വയ്ക്കുന്ന ചില കറികൾ, അതിൻ്റെയൊക്കെ മണം മതി ഇന്നും മണം. ഒരമ്മയ്ക്ക് എത്ര മക്കളുണ്ടെങ്കിലും അവരുടെ എല്ലാം രുചി അമ്മയ്ക്ക് തിരിച്ചറിയാം. ഒരു മീൻ വറുത്താൽ പോലും ഒരു പക്ഷേ അന്നത്തെ കാലത്ത് തീക്കനലിൽ ചുട്ടെടുക്കുകയായിരിക്കും. അമ്മയ്ക്കറിയാം മൂത്തവൻ മൂത്തവൻ ഇന്ന മീൻ വേണം, അവന് കുറിച്ച് വേണം, അവന് നങ്ക് വേണം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങൾ. പാമ്പാടയാണെങ്കിൽ പാമ്പാട, കുട്ടനാണെങ്കിൽ കുട്ടൻ. അമ്മയ്ക്കറിയാം ഓരോ മക്കൾക്കും എന്താണ് ഇഷ്ടമാണെന്ന് വേർതിരിച്ചറിയാം. അവർക്കെല്ലാം ഒരുപോലെ തൃപ്തിപ്പെടുത്തുന്ന ഒരു അമ്മയല്ലായിരുന്നു നമ്മുടെയൊക്കെ അമ്മ. ഒന്നിലധികം മക്കളുള്ളവർക്കൊന്നും ആലോചിച്ച് നോക്കി നമ്മുടെ അമ്മ എങ്ങനെയാണ് നമ്മളെ വളർത്തിയെന്ന്. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ, എൻ്റെ വ്യക്തിപരമായ കാര്യം പറഞ്ഞാൽ, എൻ്റെ ഒരു ചേട്ടൻ, തമ്പിച്ചാനെന്ന് പറഞ്ഞ ചേട്ടൻ, ജീവിതത്തിൽ ഇന്നേ വരെ പാൽ പുള്ളി ഉപയോഗിച്ചിട്ടില്ല. ചായ പോലും കടുംചായയോ കടുംകാപ്പിയോ ഒക്കെ വെക്കും. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊരു ചായയോ കാപ്പിയോ ഒക്കെ ഉണ്ടെങ്കിൽ ചിലർക്ക് മധുരം കൂടുതൽ, ചിലർക്ക് മധുരം കുറവ്. തമ്പിച്ചാന് പാലൊഴിക്കാനേ ഒക്കത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളും എല്ലാവരെയും വളർത്തി സ്നേഹത്തോടെ സന്തോഷത്തോടെ വളർത്തുന്ന ഒരമ്മ. നിങ്ങൾ എത്ര ദിവസമായി അമ്മയൊന്ന് കണ്ടിട്ട്? അമ്മയൊന്ന് കെട്ടിപ്പിടിച്ചിട്ട്, അമ്മയെന്ന് പറഞ്ഞൊന്ന് കെട്ടിപ്പിടിച്ചിട്ട്, ആ കയ്യിൽ എത്രയോ നാൾ നിന്നെ കൊണ്ട് നടന്നു, ആ ഏണിൽ എത്രയോ നാൾ വെച്ചിരുന്നു, ആ കൈത്തുമ്പിൽ പിടിച്ചുകൊണ്ടൊക്കെ നിങ്ങൾ സ്കൂളിലൊക്കെ പോയിട്ടില്ലേ? ആ അമ്മയൊന്ന് കെട്ടിപ്പിടിച്ചിട്ട് എത്ര നാളായി, എത്ര നാൾ? ആ അമ്മയും കൊതിക്കുന്നില്ലേ? ഒരുപക്ഷെ അമ്മ ജീവിച്ചിരിപ്പില്ലായിരിക്കാം, എങ്കിൽ പോലും ഞാനൊരു ഓർമ്മപ്പെടുത്തൽ എന്ന രീതിയിൽ പറയുക. അമ്മമാരൊക്കെ കൊതിക്കുന്നില്ലേ? അച്ഛൻ അല്ലെങ്കിൽ അച്ചായി, ഉപ്പ, അത് വേറൊരു സെക്ഷനാണ്, മറ്റൊരു രീതിയാണ്. അദ്ദേഹം ചെയ്യുന്നത് ഒരിക്കലും മക്കളെ അറിയിക്കാറില്ല. എന്തുകൊണ്ട് ഞാനിത് ചെയ്യുന്നു, എന്തിന് ഞാനിത് ചെയ്യുന്നു എന്ന് അപ്പൻ മക്കളെ അറിയിക്കാറില്ല. അപ്പനെ നാം കെട്ടിപ്പിടിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം. അപ്പാ, പപ്പ, അച്ഛ, ഉപ്പ എന്ന് പറഞ്ഞ് 2025 അതിനുള്ളതായിരിക്കണം എന്നുള്ളൊരു ആഹ്വാനത്തിന് വേണ്ടിയാണ് ഞാനീ പറയുന്നത്. 2025
അപ്പനെയും അമ്മയും മാനിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുവാൻ, അവരെ ആദരിക്കാനുള്ളൊരു വർഷമായി മാറട്ടെ. അപ്പൻ ഒരിക്കലും തൻ്റെ ദുഃഖവും ആരോട് പറയത്തില്ല. ഒരുപക്ഷെ അറിഞ്ഞാണെങ്കിലും അറിയാതെ ആണെങ്കിലും മക്കളൊക്കെ ചില അതിര് കടന്ന് എന്ന് തോന്നിപ്പോകുന്ന വാക്കുകളൊക്കെ അപ്പനോട് പറഞ്ഞെന്നിരിക്കും. അപ്പൻ്റെ ഉള്ളിൽ വേദന ഉണ്ടെങ്കിലും അത് അപ്പന് വിഷമം ഉണ്ടാക്കിയെന്ന് കാണിക്കാതെ പെട്ടെന്ന് വാഷ് ബേസിനിൽ പോയി മുഖം കഴുകുകയോ അല്ലെങ്കിൽ പിന്നെ കിണറിൻ്റെ അവിടെ ചെന്നിട്ട് ഒരു തൊട്ടി വെള്ളം കോരി തലയിലോട്ടൊക്കെ ഒഴിക്കുകയോ ചെയ്യുകയുള്ളൂ. അപ്പോഴും അപ്പൻ നൊമ്പരം എനിക്ക് തോന്നുന്നില്ല ആരെയും അറിയിക്കുമെന്ന്. നമ്മളൊക്കെ ഇട്ടിരിക്കുന്ന ഡ്രസ്സ്, അതിൻ്റെ വിലയും അപ്പനും അമ്മയും ഒക്കെ ധരിച്ചിരിക്കുന്ന ഡ്രസ്സിൻ്റെ വിലയും ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കിയേ. നമ്മുടെ അച്ചാടി ഡ്രസ്സൊക്കെ എന്തോരം വ്യത്യാസം കാണും ഇല്ലേ? ഇന്ന് പ്രായമുള്ള കാര്യമല്ല, ഞാൻ കൊച്ചുനാളിലൊക്കെ നമുക്കൊന്നിനും ഒരു കുറവും വരുത്തിയിട്ടില്ല. അവർ കഷ്ടപ്പാടുകളുടെ എല്ലാ അതിരുകളും കടന്ന് അപ്പുറത്ത് പോകുമ്പോഴും നമ്മളുടെ ആവശ്യങ്ങളെല്ലാം അവർ നിറവേറ്റുന്നുണ്ട്. ഒരു പക്ഷെങ്കിൽ ആദ്യം ഇല്ല എന്നൊക്കെ അപ്പം പറഞ്ഞിരിക്കാം. നമുക്കൊരു അസുഖം ഉണ്ടാകുമ്പോഴൊക്കെയാണ് അപ്പൻ്റെ ശരിയായ രൂപം നമുക്കൊന്ന് കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ അവർക്കൊരു രൂപമുണ്ട്, ഒരു ഭാവമുണ്ട്, ഒരു ഭാവനയുണ്ട്. നമുക്കൊന്ന് അസുഖം വരട്ടെ, ആ വരാന്തയിൽ ഒറ്റക്കാല് നിലത്തും മറ്റൊരു കാല് ഭിത്തിയിലോട്ടും വെച്ചിട്ട് ചാഞ്ഞൊരു നിപ്പുണ്ട്, ആകാശത്തേക്ക് ദൈവങ്ങളെയെല്ലാം വിളിച്ചുകൊണ്ട്. അമ്മയുടെ കാര്യം പറയേണ്ട ആവശ്യമില്ല, നമ്മളെ കാട്ടിൽ തന്നെ കാണും. ഞാൻ കൊച്ചുനാളത്തെ കാര്യമാണ് പറയുന്നത്. പ്രായമായാലും അമ്മ നമ്മുടെ അടുത്തൊന്നും മാറത്തൊന്നുമില്ല. ആര് പോയാലും മാറത്തില്ലെന്ന് ഉറപ്പ് വരാവുന്നൊരു ശബ്ദമാണ് അമ്മയുടെ. ഒരു പുണ്യമാണ്. അച്ഛനാ വരാന്തേ കാണും, എങ്ങും പോകത്തില്ല. ആ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നതും നമുക്കൊന്നും കാണാൻ സാധിക്കത്തില്ല. ആരും കണ്ട് കാണത്തില്ല, ആരെ കാണിക്കാനും ഒപ്പം സമ്മതിക്കത്തില്ല. നിനക്കൊരു അപകടം വന്ന് കൈ കോരിക്കൊണ്ട് ഓടും. ഒരാപത്ത് വന്നാൽ നിനക്കൊരു ആക്സിഡൻറ്റ് വരികയോ, നീ കിണറ്റിലോട്ട് എവിടെയെങ്കിലും വീഴിയോ, ഒന്ന് അറിയാതെ ഒന്ന് വീഴിയോ, പന്ത് കളിച്ച് കാലൊടി എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പനൊന്നും ചിന്തിക്കത്തില്ല, രണ്ട് കയ്യിലും കോരി എടുത്തുകൊണ്ട് ഓടും അല്ലേ? അതാണ് അപ്പൻ. ആ അപ്പനെ ഒരു പ്രാവശ്യം ചെന്നിട്ട് അപ്പ എന്ന് പറഞ്ഞു ഒന്ന് കെട്ടിപ്പിടിച്ചിട്ടുണ്ടോ? ഈ 2025 അതിനു വേണ്ടി മാറ്റിവെക്കട്ടെ. അഥവാ അപ്പനും അമ്മയും ഇല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ്റെ അനിയന്മാരൊക്കെ ആരെങ്കിലും കാണും, അല്ലെങ്കിൽ അമ്മമാരില്ലെങ്കിൽ അമ്മയുടെ ഒരു അനിയത്തിയോ, അല്ലെങ്കിൽ അമ്മയുടെ അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യയൊക്കെ കാണും. അതിന് തത്തുല്യമായി ഉള്ളവർ ഒരു പ്രാവശ്യം ഈ 2025 അവരോടൊപ്പം ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മണിക്കൂർ ചിലവിടുവാൻ നിങ്ങൾ മാറ്റിവെക്കണമെന്നുള്ളൊരു അപേക്ഷയാണ് ഈ പുതുവത്സരത്തിൽ എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത്. കാരണം അവർക്കൊന്നും പകരം വെക്കാൻ മറ്റൊന്നുമില്ല. അമ്മയെ അച്ഛനെ പറ്റിയൊക്കെ പറയാനാണെങ്കിൽ എനിക്ക് ഇഷ്ടം പോലെ വാതോരാതെ സംസാരിക്കാനുണ്ട്. അത് നിങ്ങൾക്കും അറിയാം, എൻ്റെ പല വീഡിയോകളും നിങ്ങൾ കണ്ടിട്ടുണ്ട്. അച്ഛനെയാണോ കൂടുതൽ ഇഷ്ടം, അമ്മയാണോ കൂടുതൽ ഇഷ്ടം എന്നുള്ള ഞാൻ ചെയ്ത ഒരു വീഡിയോ ഇന്നും 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 ഏതാണ്ട് 83 ലക്ഷം പേര് കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയിൽ നിന്ന് എൻ്റെ അളിയൻ്റെ മോൾ സിനി വിളിച്ച് പറഞ്ഞത്, അങ്കിളെ ഇവിടെ ടിക്ടോക്കിൽ വരെയാണ് ഓടുന്നത്, അച്ഛനെയാണോ കൂടുതൽ ഇഷ്ടം, അമ്മയാണോ കൂടുതൽ ഇഷ്ടം. അതിനകത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു, എൻ്റെ അച്ചായിക്ക് എൻ്റെ കാലൊന്ന് ഒടിഞ്ഞ് എൻ്റെ മുട്ടൊന്ന് വീങ്ങി ഞാൻ കളിച്ചുകൊണ്ട് വീണപ്പം എൻ്റെ അച്ചായി എന്നെ എടുത്തുകൊണ്ട് ഓടി വായ്പാട്ട് ചന്തയ്ക്കടുത്തുള്ള ഒരു ബേബിച്ചൻ്റെ ആശുപത്രിയിൽ കൊണ്ടുവന്നിട്ട് അച്ചായി അവിടെ എന്നെ കാണിച്ചു. തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ കാണുന്ന അച്ചായുടെ കാലിൽ കുപ്പിച്ചില്ല് കൊണ്ടിരിക്കുന്ന ആ കുപ്പിച്ചില്ല് വലിച്ചൂരുന്നത് ഞാൻ കണ്ടു. ആ തറ മുഴുവൻ ചുവപ്പ് നിറം. എന്നിട്ടും അച്ചായി എന്നെ താഴെ വെച്ചില്ല. ഇത് എൻ്റെ അനുഭവം. നിങ്ങളുടെ അപ്പനൊക്കെ എന്തൊക്കെ ചെയ്ത് കാണുമെന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രാവശ്യമെങ്കിലും 2025 അപ്പൻ്റെ അടുത്ത് ചെന്നിട്ട് സ്നേഹത്തോടെ സന്തോഷത്തോടെ, നിങ്ങൾ ഏത് രാജ്യത്തായിരിക്കണം, എനിക്ക് ഒത്തിരി വ്യൂവേഴ്സ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ പറയുന്നത്, നിങ്ങൾ എവിടെയായിരിക്കുന്നെങ്കിലും, ഇന്ത്യക്കകത്ത്, കേരളത്തിന് പുറത്ത്, ഇന്ത്യക്കകത്ത് തന്നെയാണെങ്കിലും വിദേശത്താണെങ്കിലും 2025 ദയവായി ഞാനൊന്ന് ഓർപ്പിക്കുക. അപ്പനമ്മയെ പറ്റി പറയാൻ ഒത്തിരി ഉണ്ട്. ഞാനൊന്നും അടിക്കുന്നില്ല, ആ വചകളൊന്നും അടിക്കുന്നില്ല. അപ്പനും അമ്മയ്ക്ക് വേണ്ടി മാറ്റിവെക്കുക. ഒരു അപേക്ഷയായത്, ഒരു ഓർമ്മപ്പെടുത്തലായത്, ഒരു കുറ്റപ്പെടുത്തൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. 2025 നമ്മുടെ അപ്പൻ്റെ അമ്മയുടെ ഓർമ്മകൾക്ക് വേണ്ടിയെങ്കിലും നമുക്ക് മാറ്റിവെച്ചിട്ട് അതിൻ്റെ തത്തുല്യമായ സ്ഥാനത്തിരിക്കുന്നവരെ ആദരിക്കാനും സ്നേഹിക്കാനും ഈ വർഷം നമുക്ക് ഉപയോഗിക്കാം. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ ഞാൻ നേരുന്നു. ഞാൻ മുല്ലത്തരം ഡാലി മുക്കാഞ്ചിരം അഥവാ സോമൻ, ഭോപ്പാൽപുര.